നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇന്നലെ ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയാണ് ചെയ്യുക. സോൾവെന്റ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് സൊല്യൂഷനായിട്ട് മാറുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയും. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഇനി പറയാനുള്ള രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. പേര് കേൾക്കുമ്പോൾ എന്താ പറയാം, ബോയിലിംഗ് പോയിന്റ് എന്താ ചെയ്യുന്നത്, എലവേറ്റ് ചെയ്യാണ് ചെയ്യണത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എപ്പോഴാണ് ബോയിലിംഗ് പോയിന്റ് എലവേറ്റ് ചെയ്യുക? സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനായിട്ട് മാറുമ്പോൾ. അല്ലെ, നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറാം, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യണത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനായിട്ട് മാറുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയും. പക്ഷെ ഇവിടെ ബോയിലിംഗ് പോയിന്റ് എന്താ ചെയ്യണത്, ഇൻക്രീസ് ആണ് ചെയ്യണത്. ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് പിടികിട്ടണമെങ്കിൽ ഈ സംഭവം എന്താണെന്ന് അറിയണം. എന്താണ് ബോയിലിംഗ് പോയിന്റ്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചെന്താ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് അറ്റ് എ ഫിക്സഡ് പ്രഷർ. അങ്ങനെ പറഞ്ഞൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് അറ്റ് എ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയ ഡെഫിനിഷൻ ആയിരുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ഡെഫിനിഷൻ ഇപ്പോഴാണ് പറയണത്. കൃത്യമായിട്ട് നോക്കുക. സംഭവം ഇത്രയുള്ളൂ. വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണെന്ത്, ബോയിലിംഗ് പോയിന്റ്. ഡെഫിനിഷൻ എന്താ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇപ്പോ ഞാൻ 3-4 ലിക്വിഡ് എടുക്കണമെന്ന് വിചാരിച്ചു. ഈ ലൈൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ലൈനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. താഴെ ഞാൻ 3 കമ്പോണന്റ് എടുക്കുന്നുണ്ട്. ഈ മേടിക്കുള്ളത് വേപ്പർ പ്രഷർ ആണ്. മേടിക്കുള്ള ലൈൻ വിചാരിച്ചോ. ഇപ്പൊ 1, 2, 3 എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 ടൈപ്പ് ലിക്വിഡ് ഉണ്ട്. എ എന്ന് പറഞ്ഞ ലിക്വിഡ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ലിക്വിഡ് ഉണ്ട്, സി ഉണ്ട്. എയുടെ വേപ്പർ പ്രഷർ വളരെ കുറവാണ്, ബിയുടെ കുറച്ച് കൂടുതലാണ്, സിയുടെ വളരെ കൂടുതലാണ്. അപ്പൊ 3ന്റെയും വേപ്പർ പ്രഷർ ഡിഫറെന്റ് ആണ്. ഇതാണ് വേപ്പർ പ്രഷർ, ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമുക്ക് എപ്പോഴാണ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ എവിടെ എത്തണം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്തുമ്പോഴാണ് ആ ടെമ്പറേച്ചറിനാണ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ്. ഇപ്പൊ എല്ലാത്തിനും ടെമ്പറേച്ചർ ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് ആണ് വിചാരിക്കുക എല്ലാത്തിന്റെയും. ഞാൻ പതുക്കെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ ഓരോന്നിന്റെയും എന്തിനു മാറ്റം ഉണ്ടാവും, വേപ്പർ പ്രഷർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉറപ്പായിട്ട് എന്ത് കൂടും, വേപ്പർ പ്രഷർ കൂടും. ഞാൻ ഇവിടുന്ന് +10 ഡിഗ്രി. ഇതിനിപ്പോ 40 ഡിഗ്രിയാണ് ഓൾറെഡി ഉള്ളത്. 40 ഡിഗ്രി ഉള്ള എ എന്ന് പറഞ്ഞ ലിക്വിഡ് ഇവിടെയും ബി ഇവിടെയും സി ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ 10 ഡിഗ്രി കൂട്ടിയപ്പോ എ ഇത്ര കൂടി, ബിയും ഇത്ര കൂടി, സിയും ഇത്ര കൂടി. ഈ ഭാഗത്താണ് എന്ത് നിൽക്കുന്നത്, ഇപ്പൊ ഇതിന്റെ വേപ്പർ പ്രഷർ നിൽക്കുന്നത്. എയുടെ വേപ്പർ പ്രഷർ ഇതാണ്, ബിയുടെ വേപ്പർ പ്രഷർ ഇവിടെയാണ്, സിയുടെ വേപ്പർ പ്രഷർ ഇവിടെയാണ്. ഞാൻ വീണ്ടും ഒരു 10 ഡിഗ്രി സെൽഷ്യസ് കൂടി കൂട്ടി എന്ന് വിചാരിച്ചോ. അപ്പൊ വീണ്ടും എയുടെ ഇൻക്രീസ് ചെയ്യും, ബിയുടെ ഇൻക്രീസ് ചെയ്യും, സിയുടെ കറക്റ്റ് എവിടെ എത്തി, ഇവിടെ എത്തി. അപ്പൊ സിയുടെ എന്ത് ഈക്വലായി, വേപ്പർ പ്രഷർ എന്തിന് ഈക്വലായിട്ട് മാറി, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ടച്ച് ചെയ്തു. അതായത് ഇപ്പൊ നമ്മൾ എത്ര ടെമ്പറേച്ചർ എടുത്തിരിക്കുന്നത്, 60 ഡിഗ്രി. 60 ഡിഗ്രി ആയപ്പോഴേക്കും സിയുടെ വേപ്പർ പ്രഷർ എന്തിന് ഈക്വലായിട്ട് മാറി, അറ്റ്മോസ്ഫിയർ. കാരണം ഓൾറെഡി ആ സിയുടെ എന്ത് കൂടുതലായിരുന്നു, വേപ്പർ പ്രഷർ കൂടുതലായിരുന്നു. അപ്പൊ 60 ഡിഗ്രി ആകുമ്പോൾ ആര് തിളക്കാൻ തുടങ്ങും, സി. അപ്പൊ സിയുടെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്, 60 ഡിഗ്രി. ഇനി ഞാൻ വീണ്ടും കൂട്ടി +10. ആ നേരത്ത് ഇതും കൂടി, ഇത് അവിടെ ടച്ച് ചെയ്തു. അപ്പോ 70 ഡിഗ്രിയിൽ ആര് തിളച്ചു, ബി തിളച്ചു. അപ്പൊ ബിയുടെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്, 70. പിന്നെയും 10 ഡിഗ്രി കൂട്ടുമ്പോൾ ആരും തിളയ്ക്കും, ഇങ്ങേരും തിളയ്ക്കും. അപ്പൊ 80 ഡിഗ്രിയാണ് എയുടെ ബോയിലിംഗ് പോയിന്റ്. അപ്പോ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു ലിക്വിഡിന്റെ
വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ ആണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എത്രയുള്ള ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇവിടെ നമ്മൾ 3 ലിക്വിഡ് എടുത്തു. എ എടുത്തിട്ടുണ്ട്, ബി എടുത്തിട്ടുണ്ട്, സി എടുത്തിട്ടുണ്ട്. സിക്ക് ഓൾറെഡി വേപ്പർ പ്രഷർ കൂടുതലായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി കൂടിയ അതെവിടെത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് ഈക്വൽ ആവും. അതുകൊണ്ട് തന്നെ 60 ഡിഗ്രി ആയപ്പോഴേക്കും സി എന്ന് പറയുന്ന സംഭവം തിളച്ചു. പക്ഷെ 70 ആകുമ്പോൾ ആര് തിളക്കണല്ലോ? ബി. 80 ആയപ്പോഴാണ് ആര് തിളക്കുള്ളൂ? ബോയിൽ ചെയ്യുള്ളൂ, എ ബോയിൽ ചെയ്യുള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ടൊരു റിലേഷൻ ഉണ്ട്. വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ എന്ത് കുറവായിരിക്കും? ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പൊ വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ, സിയുടെ വളരെ കൂടുതലായിരുന്നു, കൂടുതലാണെങ്കിൽ എന്തുണ്ടായിരിക്കും? ബോയിലിംഗ് പോയിന്റ് എന്താവും? കുറവാവും. ഇത് വേപ്പർ പ്രഷർ കുറവാണെങ്കിലോ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും തമ്മിലുള്ള ഒരു പ്രത്യേക റിലേഷൻ ആണ്. അതായത് സി തിളയ്ക്കാൻ വേണ്ടി 60 ഡിഗ്രി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, പക്ഷെ ബി തിളയ്ക്കാൻ വേണ്ടി എത്ര കൊടുക്കേണ്ടി വരും? 70 ഡിഗ്രിയും. എ തിളയ്ക്കാൻ വേണ്ടി 80 ഡിഗ്രി കൊടുത്താൽ മാത്രമേ ഇത് ഇവിടുന്ന് ഇവിടം വരെ എത്തുള്ളൂ. അപ്പൊ നമ്മുടെ റിലേഷൻ എന്താ? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് പറയുന്നത് എന്താണ്? വേപ്പർ പ്രഷർ കൂടുമ്പോൾ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ ബോയിലിംഗ് പോയിന്റ് കുറയും. പക്ഷെ വേപ്പർ പ്രഷർ കുറയുമ്പോഴോ നമ്മൾ കുറെ ഹീറ്റ് കൊടുക്കേണ്ടി വരും, കുറെ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അതായത് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം കൃത്യമായിട്ട് അറിയാം എന്താണ് ബോയിലിംഗ് പോയിന്റ്. ഒന്നാമത്തെ, the temperature at which vapor pressure is equal to atmospheric pressure is called boiling point. രണ്ടാമത്തെ, വേപ്പർ പ്രഷർ ആദ്യം വളരെ കുറവാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും? ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. വേപ്പർ പ്രഷർ വളരെ ഉയർന്നിട്ടാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്താ ചെയ്യുന്നത്? കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന അവസ്ഥ എന്തായിരിക്കും? വേപ്പർ പ്രഷർ കുറയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അതാണ് കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന ടൈം കൺഫ്യൂസ് ആവരുത്. ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് പഠിക്കുക. വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും തമ്മിലുള്ള റിലേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി പറയാനുള്ളത് പ്രോപ്പറായ ടോപ്പിക് ആണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താണ് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്, നമ്മൾ ടെക്സ്റ്റിലാണ് നോക്കിക്കോളാം. ഇവിടെ എക്സ് ആക്സ് ടെമ്പറേച്ചർ ആണ്, വൈ എക്സ് വേപ്പർ പ്രഷർ ആണ്. ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു പ്യൂർ ആയിട്ടുള്ള സോൾവെന്റ് ആണ്. പ്യൂർ സോൾവെന്റ് എടുത്തെന്ന് വിചാരിച്ചോ. അപ്പൊ അത്യാവശ്യം വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. നമ്മൾ പഠിച്ചിട്ട് പ്യൂർ സോൾവെന്റ് ആണെങ്കിൽ നമ്മൾ P0 എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. P1 ആണെങ്കിൽ P10 മാക്സിമം ആയിരിക്കും. അപ്പൊ പ്യൂർ സോൾവെന്റ് ആണ് ആദ്യം എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ നോക്കുമ്പോൾ അത്യാവശ്യം കൂടുതലാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഏകദേശം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? വേപ്പർ പ്രഷർ കൂടും. കൂടി 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 ഒരു പ്രത്യേക ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ വേണമെങ്കിൽ ഒരു ഡോട്ട് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ, നമ്മൾ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TB0 എന്നാണ് പറയുക. അപ്പൊ TB0 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്തായിരിക്കും? ഈ സോൾവെന്റ് ബോയിൽ ചെയ്യാൻ തുടങ്ങും. കാരണം ഈ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എവിടെ പോയി ടച്ച് ചെയ്തു? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ TB0 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിട്ട് മാറി. ഈ ടെമ്പറേച്ചർ ആണ് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ്. ഇത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ് TB0. ഇനി ഞാൻ ഇതിലായിട്ട് എന്തോ ഒരു കമ്പോണന്റ് മിക്സ് ചെയ്തു എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ഒരു കമ്പോണന്റ് മിക്സ് ചെയ്തു. ആ നേരത്ത് ഇവിടുത്തെ വേപ്പർ പ്രഷർ എന്തായിട്ട് മാറും? P1 ആയിട്ട് കുറയും. നമ്മൾ പഠിച്ചിട്ട് എന്തെങ്കിലും കമ്പോണന്റ് ആഡ് ചെയ്താൽ ഉറപ്പായിട്ട് എന്ത് കുറയും? വേപ്പർ പ്രഷർ കുറയും. അപ്പൊ വേപ്പർ പ്രഷർ കുറഞ്ഞാൽ എന്ത് കൂടുന്നു പഠിച്ചിട്ടുണ്ട്? ബോയിലിംഗ് പോയിന്റ്. നേരത്തെ ഇത്ര ടെമ്പറേച്ചർ കൂട്ടിപ്പിക്കുന്ന തിളച്ച സംഭവം ഇനി കുറച്ചുകൂടി നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ഗ്രാഫാണ് അടുത്തത്. അതായത് ഏകദേശം നമ്മൾ താഴോട്ട് വരയ്ക്കുമ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് TB എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്ര ടെമ്പറേച്ചർ നേരത്തെ ഇത്ര കൊടുത്താൽ മതിയായിരുന്നു ടെമ്പറേച്ചർ. പക്ഷെ കുറച്ചുകൂടി കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ആ ഒരു ബോയിൽ ചെയ്യുള്ളൂ സൊല്യൂഷൻ. ഇതെന്ന് പറയുന്നത് ബോയിൽ പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ് രണ്ടാമത്തെ TB എന്ന് പറയുന്നത്. അപ്പൊ TB0 എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. TB എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ ബോയിൽ പോയിന്റ് ആണ്. അപ്പൊ ഈ സോൾവെന്റിലോട്ട്
കമ്പോണന്റ് ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കി മാറ്റിയപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായ പ്രഷർ വേപ്പർ പ്രഷർ കുറഞ്ഞു. വേപ്പർ പ്രഷർ കുറഞ്ഞപ്പോൾ ആര് കൂടി? ഇത്രയും ഉണ്ടായിരുന്ന ബോയിൽ പോയിന്റ് കൂടി ഇത്രയായിട്ട് മാറി. നമുക്ക് വേണ്ടത് ഇവിടെ ഉണ്ടായിരുന്ന എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, കൂടിയ ബോയിലിംഗ് പോയിന്റ് നമ്മൾ എടുക്കുന്നതാണ് ഈ ടെമ്പറേച്ചർ ചേഞ്ച് ആണ് ഡെൽറ്റ ടി ബി. അപ്പൊ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഒരു സോൾവെന്റില് കമ്പോണന്റ് ആഡ് ചെയ്തപ്പോൾ ഈ സൊല്യൂഷന്റെ ടെമ്പറേച്ചർ മുൻപുണ്ടായിരുന്നു, ടെമ്പറേച്ചർ അല്ല, ബോയിലിംഗ് പോയിന്റ് മുൻപത്തേക്കാളും കൂടി. ആ കൂടിയ ബോയിലിംഗ് പോയിന്റ് ആണെന്ത്? ഡെൽറ്റ ടി ബി. ഇനി നമ്മൾ ആ ഡെൽറ്റ ടി ബിനെ കുറിച്ചാണ് പറയുന്നത്. ഡെൽറ്റ ടി ബി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. മൊളാലിറ്റി അല്ല, മൊളാലിറ്റി ആണ്. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടൊരു കോൺസ്റ്റന്റ് ഉണ്ട്. നമ്മൾ പറയുന്നത് കെ ബി ഇൻറ്റു എം എന്നാണ് പറയാം. ഈ കെ ബി ഇമ്പോർട്ടൻ്റ് ആയ ടൈമാണ്. കെ ബി കൃത്യമായിട്ട് നോക്കിക്കോളാം. കെ ബിനെ പറയുന്ന 3 പേരുകളുണ്ട്. ഒന്ന് ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് എന്നും പറയും. മൂന്നാമത്തെ ഒരു ടൈമാണ് എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നും പറയും. 3 ടൈപ്പിലാണ് പറയാം. ഒന്ന് ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ്, രണ്ടാമത്തെ മോളാർ എലവേഷൻ കോൺസ്റ്റന്റ്, മൂന്നാമത്തെ എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നും പറയും. അപ്പൊ 3 പേരുണ്ട്. കെ ബി എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ പരീക്ഷയ്ക്ക് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ കെ ബി തരും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ തരാം, എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നൊക്കെയാണ് പറയാം. ഡെൽറ്റ ടി ബിയുടെ ഇക്വേഷൻ എന്താ? കെ ബി ഇൻറ്റു മൊളാലിറ്റി. ഇനി വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊളാലിറ്റിയുടെ ഇക്വേഷൻ ആലോചിച്ച് നോക്കാം. മൊളാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന തുടക്കത്തിൽ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ സൊല്യൂട്ട് ആണ്. ഗിവൺ മാസ് W2 ബൈ മോളാർ മാസ് M2 ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ആണ് W. ഇൻ കിലോഗ്രാം ആണ്. നമ്മൾ സാധാരണ ഗ്രാമിൽ വരുമ്പോൾ എന്തായിരിക്കണം? 1000 ആയിരിക്കും. അപ്പോൾ നോർമലി മൊളാലിറ്റിയുടെ ഇക്വേഷൻ W2 ഇൻറ്റു 1000 ബൈ ഇതിനെ മേളിക്കാക്കും W1 ഇൻറ്റു M2. നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും അവസാനം. ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റിയുടെ ഇക്വേഷൻ W2 ഇൻറ്റു 1000 ബൈ W1 ഇൻറ്റു M2. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ പ്രൂഫ് നമുക്ക് ആകത്തുള്ളൂ, വലിയ കൂടുതൽ സിമ്പിൾ കുറച്ചുള്ള പ്രൂഫൊക്കെ ഇത് 2-3 വരെയുള്ളൂ. പക്ഷെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കണം. നമ്മളോട് ചോദിക്കുന്ന സാധാരണ M2 എന്താണെന്നാണ് ചോദിക്കുക. അപ്പൊ M2 ആണെങ്കിൽ M2 എങ്ങോട്ട് എടുക്കുക? ഇപ്പുറത്തോട്ട് എടുക്കുക. ഡെൽറ്റ ടി ബിനെ താഴോട്ട് കൊണ്ടുവരാം. സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് കാര്യം. അപ്പൊ ആദ്യം എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഗ്രാഫ് കൃത്യമായിട്ട് മനസ്സിലാക്കിയോളാം. സോൾവെന്റിൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എന്ത് കൂടും? ബോയിലിംഗ് പോയിന്റ് ഇത്രയും ഉണ്ടായിരുന്നു. ബോയിലിംഗ് പോയിന്റ് എത്രയായിട്ട് മാറും? ഇത്രയായിട്ട് മാറുണ്ടായിരിക്കും. ആ കൂടുന്ന ബോയിലിംഗ് പോയിന്റ് ആണ് ഡെൽറ്റ ടി ബി. അതാണ് മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ. ബാക്കിയാണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ വന്ന കാര്യങ്ങളും കറക്റ്റ് അറിഞ്ഞിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ നമ്മുടെ ടെക്സ്റ്റില് എക്സാമ്പിൾ 2.7 ഉണ്ട്. NCERT എക്സാമ്പിൾ അത് ചെയ്ത് നോക്കിക്കോളൂ. അത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഇതിന് പ്രോബ്ലം ആണ് ഈ ഭാഗത്ത് മെയിനായിട്ട് വരാം. ഇതിന്റെ പ്രൂഫ് സാധാരണ ചോദിക്കാറില്ലേ, കുറച്ചുള്ളൂ. പിന്നെ മെയിനായിട്ട് പ്രോബ്ലം ആണ് വരാറ്. ഇക്വേഷൻ പഠിക്കാം, പ്രോബ്ലം ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.